ഓക്കെ സോ ഗൈസ് ആമസോണിൻ്റെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിലും ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് ഉള്ള ഒരു പവർ ബാങ്കുമായിട്ടാണ് ഞാൻ നിന്നത്. സോ അതായത് മീ പവർ ബാങ്ക് 3i. സോ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കാരണം നമുക്കൊരു 1000 താഴേക്ക് ഇഷ്ടംപോലെ പവർ ബാങ്കിൽ ലഭിക്കുന്നുണ്ട്. 299 തൊട്ട് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കമ്പനി നോക്കി നിങ്ങൾ പവർ ബാങ്ക് സെലക്ട് ചെയ്യുക. കാരണം നമ്മുടെ സ്മാർട്ട് ഫോൺ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോൾ വേണം എക്സ്പ്ലോഷൻ നടക്കാവുന്നതാണ്. സോ അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ അവിടെ പിക്ക് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനുമാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട സകല ബെൽ ബട്ടൺ നീക്കി പൊട്ടിച്ചേക്കുന്നല്ല. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി കിട്ടിയുള്ളൂ. നമ്മുടെ 5K ഗീവ് ആൻ പോയാണ്. തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ഗൈസ് എൻ്റെ പേര് ഭരത്. നിങ്ങൾക്ക് ടെക് ടോക്സ് എം എൽ. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക്. ഓക്കെ സോ ഗൈസ് നമ്മളിതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗിലേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ഓവർവ്യൂ നോക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഷവോമിയുടെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീ പവർ ബാങ്ക് 3i എന്നൊരു ബാഡ്ജിങ്ങും 10,000 mAhൻ്റെ ബാറ്ററി ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18 wattsൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ലെഫ്റ്റ് സൈഡിലും സെയിം ആണ്. മുകളിൽ നമുക്കിവിടെ ഒരു സീല് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സോ ബാക്ക് സൈഡിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു MRP റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാം 1229 രൂപയാണ്. ബട്ട് ഇതിൻ്റെ ഒരു ഒറിജിനൽ പ്രൈസ് ഞാൻ അവസാനം പറയുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗിലേക്ക് പോകുമ്പോഴത്തേക്ക് സോ ഇതാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കും. സോ ബോക്സ് ഫുൾ കാലിയാണ്. സോ കുറച്ച് ടൈപ്പ് പാക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു യൂസ് മാനുവലാണ്. സോ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നൊരു ചെറിയ യൂസർ മാനുവൽ. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ഒരു പവർ ബാങ്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ തൽക്കാലത്തേക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്തൊരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് എന്ത് ടൈപ്പാണെന്ന് നോക്കാം. സോ വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, നമുക്കൊരു ചെറിയ കേബിളാണ്. സോ നമുക്കവിടെ ഒരു മൈക്രോ USB പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. USB ടൈപ്പ് C പോർട്ടല്ല. സോ നോർമലായിട്ട് നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ സോ ഗൈസ് നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ ഒരു ഡിവൈസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അകറ്റാം. സോ പ്രൊട്ടക്ഷൻ അകറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിവൈസ് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു കളർ നേവി ബ്ലൂ ആണ്. ബട്ട് ആദ്യം തന്നെ പറയട്ടെ, കുറച്ച് ഫിംഗർ പ്രിൻ്റൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബട്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു അലൂമിനിയം ബിൽഡാണ്. സോ ഇതൊരു നേവി ബ്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിൻ്റെ കവറിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇതൊരു ബ്ലാക്ക് ആണെന്നാണ്. സോ ഇത് കണ്ടിട്ട് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നവർ തീർച്ചയായും താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. സോ അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഷവോമിയുടെ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് അവിടെ ഒരു സർട്ടിഫിക്കേഷൻ മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഗ്ലോസി ഡിസൈനിലാണ് ഇത് വരുന്നത്. മാറ്റ് ആൻഡ് ഗ്ലോസി ഡിസൈനിലാണ് വരുന്നത്. സോ കർവി എഡ്ജസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്. 251 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. 10,000 mAh ലേബൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു പവർ ബട്ടണാണ്. LED ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഒരു മൈക്രോ USB പോർട്ടാണിത്. അതുപോലെ USB ടൈപ്പ് C പോർട്ടാണ്. 2 USB ടൈപ്പ് A പോർട്ടുകളുമാണ് നമുക്കിവിടെ നിലവിൽ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു കേബിളിൻ്റെ കാര്യം ഫുള്ള് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ കേബിൾ നമുക്ക് വരുന്ന ഒരു പ്ലെയിൻ കേബിളാണ്. സോ പ്ലെയിൻ കേബിളാണ്. സോ ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. സോ നമുക്കിത് കണക്ട് ചെയ്ത് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ കണക്റ്റ് ആൻഡ് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ ദിസ് ഈസ് ചാർജിങ് ഗൈസ്. ഇത് ചാർജ് ആവുന്നുണ്ട്. ഓക്കെ സോ ഇത് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 9 volt 2 ampere കൊണ്ടുള്ള ഒരു ചാർജർ, അല്ലെങ്കിൽ ഒരു 18 wattsൻ്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ട് ഒരു 4 hours, അതുപോലെ തന്നെ ഒരു 5 volt 2 ampere അല്ലെങ്കിൽ ഒരു നമുക്ക് നോർമൽ ചാർജർ ഉപയോഗിച്ച് 6 hours വരെ ഇതിൻ്റെ ഒരു ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 799 കാണാൻ സാധിക്കുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു പവർ ബാങ്ക് തന്നെയാണിത്. സോ നമുക്ക് ഹാൻഡി ആയിട്ടൊരു പവർ ബാങ്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 899 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമിയുടെ പവർ ബാങ്ക് കിട്ടും. സോ അതിലും സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്. ബട്ട് ഇവിടെ നമുക്ക് ഒരു വലിയ റിയൽമിയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത് മാത്രമാണ് അവിടെ ഒരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 wattsൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ട് വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു 1699 പ്രൈസ് ടാഗ് കൊടുക്കേണ്ടി വരും. സോ അതൊരു 20,000 mAh ഉള്ള ഒരു വലിയ പവർ ബാങ്കാണ്. സോ അത് ഇത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർ ഈ ഒരു പവർ ബാങ്കിലേക്ക് വരിക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിലുള്ള റിയൽമിയുടെ പവർ ബാങ്കിലേക്ക് വരിക. സോ ഇതൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ളത്. അതുപോലെ തന്നെ സോ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ അത്യാവശ്യം കുറച്ചുകൂടി ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു കളറാണത്. സോ അത് വേണ്ടത് അതിലേക്ക് പോകുക. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കളർ വേണമെങ്കിൽ ഇതിലേക്ക് വരിക. സോ
ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ സൈഡിൽ ബെൽ ബട്ടൺ നീക്കി പൊടിച്ചേക്കുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഡെയിലി കിട്ടുകയുള്ളൂ. നമ്മുടെ 5K ഇവിടെ നിങ്ങൾ മറക്കരുത്. തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഗൈസ്, ഇറ്റ്സ് മീ ഭാരത് സൈനിങ് ഔട്ട്. നെക്സ്റ്റ് വീഡിയോ ബൈ.